മിക്ക ദിവസവും തന്നെ രാത്രി ടോർച്ച് എടുത്ത് ഇങ്ങനെ ഇറങ്ങുന്ന പതിവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കിഴങ്ങാണ് കേട്ടോ. നമ്മുടെ ഷ്രിമ്പിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കിഴങ്ങ് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ എത്ര ടാങ്കാണുള്ളത് ആ ടാങ്കിന്റെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഈ സാധാരണ ഈ കിഴങ്ങ് കട്ട് ചെയ്യും. കിഴങ്ങല്ല നമ്മൾ കൊടുക്കുന്ന ഏത് വെജിറ്റബിൾ ആയാലും അത് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് എന്നും ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബോയിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്യാസിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോരോന്നായിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ഷ്രിമ്പിന് ഫീഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ പല വെജിറ്റബിൾസ് നമ്മളിങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ കിഴങ്ങ് ഫീഡ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവുക അല്ലേ. ഓക്കെ, ഇത് ഒരുപാട് സമയമൊന്നും നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഹാഫ് ബോയിലായിട്ട് കിട്ടിയാൽ മതി. ഒരു 5 മിനിറ്റ് മാക്സിമം ഇതേപോലെ തിളപ്പിച്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് റെസ്റ്റിന് വെക്കണം കേട്ടോ. അതിന് ഉൾവശമൊക്കെ ഒന്ന് തണുക്കാൻ പാകത്തിന് 5 മിനിറ്റ് റെസ്റ്റിൽ വെക്കാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ റൂമിലുള്ള ടാങ്കിലാണ് ഫീഡ് ചെയ്യുന്നത് കേട്ടോ. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡും പിന്നെ ഈ ഒരു ടാങ്കിലുള്ള ആൽഗെ അല്ലാതെ ഇവർക്ക് വേറെ ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ എല്ലാ ദിവസവും തന്നെ ഇതിൽ നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട് കേട്ടോ. റൂമിലെ അക്വേറിയത്തിൽ 2 ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലാണ് കേട്ടോ ഫീഡ് ചെയ്യാനുള്ളത്. ഔട്ട്ഡോർ ടാങ്കിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി വിഷ്വൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത്